ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ചുള്ള ദില്ലിയിലെ വാഹന പണിമുടക്കിന്റെ ഭാഗികമായി തുടരും. നിരക്ക് വർധന ആവശ്യപ്പെട്ടാണ് ഇന്നലെ മുതൽ 3 ദിവസം ഓട്ടോ ടാക്സി ഡ്രൈവർമാർ പണിമുടക്കുന്നത്. പെട്രോളിനും ഡീസലിനും CNGക്കും വില വർദ്ധിച്ചിട്ടും യാത്രാ നിരക്കുകൾ കൂട്ടുന്നില്ല എന്നാണ് ഡ്രൈവർമാരുടെ ആരോപണം. സമരത്തിൽ നിന്ന് BJP അനുകൂല യൂണിയനുകൾ വിട്ടുനിൽക്കും. നോബിൾ തന്നെയാണ് വിവരങ്ങൾ നൽകുന്നത്. നോബിൾ, അപ്പോൾ ഇന്നലെയും ഈ സമരം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലേതൊക്കെ പോലെ വ്യാപകമായി എല്ലാവരും ചേർന്ന് പണിമുടക്കുന്ന ഒരു സാഹചര്യം അവിടെ ദില്ലിയിൽ ഇല്ല എന്ന് തോന്നുന്നു. എന്താണെങ്കിലും അവരുടെ ആവശ്യം ന്യായമാണ്. അപ്പോൾ ഇന്ന് എങ്ങനെയായിരിക്കും സമരം? അത് ജനങ്ങളെ ഏത് തരത്തിൽ ബാധിക്കും? ഷിഹാസ്, ദില്ലിയിൽ ഇന്നും പൂർണ്ണമായുമുള്ള പണിമുടക്കില്ല. പക്ഷേ ഭാഗികമായ പണിമുടക്ക് എന്താണെങ്കിലും ഓട്ടോ ടാക്സി തൊഴിലാളികളുടെ ഭാഗത്ത് ഒക്കെ ഉണ്ടാകുന്നുണ്ട് എന്നാണ് നമുക്ക് വിവരമുള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ഇന്ധനവില വർധന, പ്രത്യേകിച്ച് ഡീസലിനും പെട്രോളിനും അതിനൊക്കെ അപ്പുറമായി ഏറ്റവും വലിയ CNG ഒരുപക്ഷെ രാജ്യതലസ്ഥാനത്തായിരിക്കും വാഹനങ്ങൾ ഈ പറഞ്ഞ ടാക്സികളിലൊക്കെ ഉപയോഗിക്കുന്നത്. അത്തരത്തിലുള്ള പ്രതിസന്ധിയുണ്ട്. എന്താണെങ്കിലും ഈ ഇന്ധനവില വർധന വലിയ തരത്തിൽ അവരുടെ ജീവിതത്തെ മുന്നോട്ട് പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുടുംബ ബജറ്റുകളെ താളം തിരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഇപ്പോൾ ഓട്ടോകളൊക്കെ പണിമുടക്കാണെങ്കിൽ പോലും അത്യാവശ്യം ഓട്ടോകളൊക്കെ സർവീസ് നടത്തുന്നുണ്ട്. അത്യാവശ്യമല്ല, ആവശ്യധികം ഓട്ടോകൾ സർവീസ് നടത്തുന്നുണ്ട് എന്ന് വേണം പറയാൻ. കാരണം ദില്ലിയെ സംബന്ധിച്ച് വലിയ ട്രേഡ് യൂണിയനുകളൊന്നും ശക്തമായ സ്ഥലമല്ല. പക്ഷേ എങ്കിൽ പോലും ചില യൂണിയനുകൾ മാത്രമാണ് പണിമുടക്കിയിരിക്കുന്നത്. BJP അനുകൂല യൂണിയനുകളൊന്നും പണിമുടക്കിയിട്ടില്ല എന്നും ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. ടാക്സികളൊക്കെ സർവീസ് നടത്തുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. പക്ഷേ ഒരു ഭാഗം ടാക്സികളും ഒരു ഭാഗം ഓട്ടോ തൊഴിലാളികളും ഈ ഘട്ടത്തിൽ പണിമുടക്കുന്നുണ്ട്. അവരുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ CNGക്ക് വില വർദ്ധിച്ചു, അതോടൊപ്പം പെട്രോളിനും വില വർദ്ധിച്ചു. ഇത് രണ്ടും അവരുടെ ജീവിതത്തെ വലിയ തരത്തിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അവരുടെ ബജറ്റിനെ താളം തെറ്റിച്ചിട്ടുണ്ടെന്നാണ് അവർ ആവശ്യം പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂലി കൂട്ടി വേണം എന്നാണ് അവരുടെ ആവശ്യം. ഓട്ടോ റേറ്റുകൾ നിരക്കുകൾ വർദ്ധിപ്പിക്കണം എന്നാണ് അവരുടെ ആവശ്യം. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധങ്ങളടക്കം രാജ്യവ്യാപകമായി തന്നെ നടത്താനുള്ള ആലോചനയും ഇവർ നടത്തുന്നുണ്ട്. എന്നാണെങ്കിലും ഈ പറഞ്ഞ ചില ടാക്സികളും ഒപ്പം ഓട്ടോറിക്ഷ തൊഴിലാളികളൊക്കെ പണിമുടക്ക് തുടരുകയാണ്. അവരുടെ പണിമുടക്ക് ഇന്നും മുന്നോട്ട് പോകും. നാളെയും പണിമുടക്ക് അവർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില ആളുകൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഷിയാസ്, ശരി, നോബിൾ മാരിക്കാരനാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.